ഇന്ന് നമുക്ക് റേഷൻ അരി വെച്ചൊരു മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ അരിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ അരി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഉണക്കനാരങ്ങ, ചിക്കൻ ക്യൂബ്, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 5 ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ മന്തി മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സവാള, 1 തക്കാളി, 4 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ എടുത്തത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വേവിച്ച ഈ വെള്ളം കളയരുത് കേട്ടോ. ഇത് നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമുണ്ട്. ഈ ടൈമിൽ മറ്റൊരു അടുപ്പത്ത് വെച്ച് ഞാൻ ഈ അരി ഒന്ന് തിളപ്പിച്ചെടുത്തിരുന്നു. ഓവറായിട്ട് വെന്ത് പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ നമ്മുടെ ഈ റൈസിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 5 ഏലക്ക, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നെടുകെ കീറാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ചിക്കൻ ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ഉണക്കനാരങ്ങയും 1 ടീസ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മൊത്തം 2 ടീസ്പൂൺ മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ റൈസിലേക്കും 1 ടീസ്പൂൺ ചിക്കൻ വേവിക്കുന്നതിലേക്കും ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ റൈസ് വേവിച്ചെടുക്കാൻ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് ചിക്കൻ വേവിച്ചെടുത്ത വെള്ളവും കൂടെ കൂട്ടി മൊത്തം 5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം.
ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ടൈമിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് കളർ മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം ആകുമ്പോഴേ ക്യൂബ് ഇതിലൊന്ന് മെൽറ്റായി കിട്ടുള്ളൂ. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച കുക്കർ ഇപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. ഇനി ഇതിലെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാത്രം റൈസും കൂടി ഇടാൻ കണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. ഈ പാത്രം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അധികമായിട്ടുള്ള ഓയിൽ കുറച്ച് നമുക്കൊന്ന് കോരി മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കളറ് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കനലെടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ പുക പോകുന്നതിന് മുന്നേ തന്നെ പാത്രം ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേ നമ്മുടെ റൈസിന് കുഴിമന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് ദമ്മിലൊന്ന് ഇട്ട് വെക്കണം. ഇപ്പോൾ അരമണിക്കൂറായി നമ്മുടെ റൈസ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.